എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുബൈർ ആപ്പറ്റ. അസ്സലാമു അലൈക്കും. ഞാൻ മാലിഹ ഫാത്തിമ. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ 217 പേജിലെ സൂറത്ത് യൂനുസിലെ 71 മുതൽ 78 വരെയുള്ള വചനങ്ങളാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ نوح إذ قال لقومه يا قوم إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم قضوا إلي ولا تنظرون. നബിയെ, അവർക്ക് നോഹിന്റെ വൃത്താന്തം ഓതിക്കേൾപ്പിക്കുക. അതായത് അദ്ദേഹം തന്റെ ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം. എന്റെ ജനങ്ങളെ, എന്റെ നിലപാടും അള്ളാഹുവിന്റെ ആയാത്തുകളെക്കുറിച്ചുള്ള എന്റെ ഓർമ്മിപ്പിക്കലും നിങ്ങൾക്ക് വളരെ വലുതായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മേൽ ഞാൻ ഇതാ ഭാരമേൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളോടുകൂടി നിങ്ങളുടെ കാര്യം ഏകോപിപ്പിച്ച് ഉറപ്പിച്ചു കൊള്ളുകയും പിന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഒരവ്യക്തതയായി ആയിരിക്കരുത്. ഒരു തുറന്ന തീരുമാനം എടുത്തുകൊള്ളുക. പിന്നീട് എന്റെ നേരെ നിങ്ങൾ അത് നിർവഹിച്ചു കൊള്ളുക. എനിക്ക് നിങ്ങൾ താമസം നൽകുകയും വേണ്ട. ഇനി നിങ്ങൾ തിരിഞ്ഞു പോകുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോളൂ. ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല. എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ പേരിലല്ലാതെ മറ്റാരുടെ പേരിലും ബാധ്യതയില്ല. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. وجعلناهم خلائف وأغرقنا الذين كذبوا بآياتنا فانظر كيف كان عاقبة المنذرين. എന്നിട്ട് അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും കപ്പലിൽ കയറ്റി നാം രക്ഷപ്പെടുത്തി. അവരെ നാം ഭൂമിയിൽ പിൻഗാമികളാക്കുകയും ചെയ്തു. നമ്മുടെ ആയാത്തുകളെ വ്യാജമാക്കിയവരെ നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കുക, ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെ ആയെന്ന്. فجاءوهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل كذلك نطبع على قلوب المعتدين. പിന്നീട് അദ്ദേഹത്തിന് ശേഷം പല റസൂലുകളെയും അവരവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചയച്ചു. എന്നിട്ട് അവർ വ്യക്തമായ തെളിവുകളുമായി അവരിൽ ചെന്നു. എന്നാൽ മുമ്പ് അവർ യാതൊന്നിനെ വ്യാജമാക്കിയോ അതിൽ അവർ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അപ്രകാരം അതിക്രമിച്ചവരുടെ ഹൃദയങ്ങൾ നാം മുദ്ര കുത്തുന്നു. موسى وهارون إلى فرعون وملئه بآياتنا فاستكبروا وكانوا قوما مجرمين.
പിന്നീട് അവരുടെ ശേഷം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔന്റെയും അവന്റെ പ്രധാനികളുടെയും അടുക്കലേക്ക് നാം മൂസായെയും ഹാറൂനെയും നിയോഗിച്ചയച്ചു. എന്നിട്ട് അവർ അഹംഭാവം നടിച്ചു. അവർ കുറ്റവാളികളായ ഒരു ജനതയായിരുന്നു. فلما جاءهم الحق من عندنا قالوا إن هذا لسحر مبين. അങ്ങനെ അവർക്ക് നമ്മുടെ പക്കൽ നിന്നും യഥാർത്ഥം വന്നപ്പോൾ അവർ പറഞ്ഞു, നിശ്ചയമായും ഇത് സ്പഷ്ടമായ ഒരു ജാലവിദ്യ തന്നെ. قال موسى أتقولون للحق لما جاءكم أسحر هذا ولا يفلح الساحرون. മൂസ പറഞ്ഞു, നിങ്ങൾക്ക് യഥാർത്ഥം വന്നപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ജാലമെന്ന് പറയുകയോ? ജാലവിദ്യയാണോ ഇത്? ജാലവിദ്യക്കാർ വിജയം പ്രാപിക്കുകയേയില്ല താനും. قالوا أجئتنا لتلفتنا عما وجدنا عليه آباءنا وتكون لكم الكبرياء في الأرض وما نحن لكما بمؤمنين. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടെത്തിയതിൽ നിന്നും ഞങ്ങളെ തിരിച്ചുവിടുവാൻ വേണ്ടി നീ ഞങ്ങളിൽ വന്നിരിക്കുകയാണോ? ഭൂമിയിൽ വലിപ്പത്തരം നിങ്ങൾക്ക് രണ്ടാൾക്കും ആയിത്തീരുവാനും ഞങ്ങൾ നിങ്ങളെ രണ്ടാളെയും വിശ്വസിക്കുന്നവരെയല്ലതാനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.